കല്യാൺ ഭവന്തു. കല്യാൺ ഭവന്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റട്ടെ എന്നല്ല അർത്ഥം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് അർത്ഥം. കഴിഞ്ഞ ദിവസം ഞാനൊരു ടീസർ കണ്ടിരുന്നു. ഈ ടീസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സിനിമയും സീരിയലൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് ഒരു പരസ്യം കാണിക്കാറില്ലേ, അതിനാണ് ടീസർ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടീസർ കണ്ടിരുന്നു, കിട്ടിങ്ങിപ്പോയി. ഈ പടം ഇറങ്ങിയാൽ ഒന്ന് കാണണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് സിനിമയുടെ അല്ലായിരുന്നു, കല്യാണത്തിൻ്റെയാ. കല്യാണത്തിനും ടീസർ എൻ്റെ ഈശ്വർ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, വിമിലയെനിക്കൊന്നു കാണണം കാന്ത, വിമിലയെനിക്കൊന്നു കാണണം കാന്ത, വിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, വിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഒരുപാട് മാഷന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ മാഷ്, കീബോർഡ് മാഷ്, പാട്ട് മാഷ്, ക്ലാസിക്കൽ ഡാൻസ് മാഷ്, അങ്ങനെ ഒരുപാട് മാഷന്മാർ. ഈ ഇടയ്ക്ക് ലോകം മുഴുവൻ പ്രശസ്തനായ ഒരു മാഷ് ഇറങ്ങിയിട്ടുണ്ട്. ഏതെന്നറിയോ? ഡബ്സ് മാഷ്. നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് വരെ ഇന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. ഡബ്സ് മാഷ്. എന്ത് വേണമെങ്കിലും ചെയ്യോ? അതെ, വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. സത്യം. ഇതെന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. വേണ്ട, പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ, പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഓക്കെ, ടെൽ മീ. ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. MD, പിന്നെ ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താണ് ഐ ലവ് യു? ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD, എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD, കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. MD, കെട്ടിപ്പിടിച്ച്. കല്യാണം തന്നെ വലിയൊരു ചടങ്ങാണ്. അതിനിടക്കാണ് ഈ ഇടങ്ങേറ്. ഈ ആശാനെ മുട്ടിയിട്ട് കളരി നടക്കുന്നില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണത്തിനിടയിൽ ക്യാമറമാരുടെ ശല്യം കൊണ്ട് ചെക്കനും പെണ്ണിനും പൊറുതി മുട്ടും. കല്യാണം കഴിഞ്ഞാലോ പിന്നെ ആക്ഷൻ, കട്ട്, ക്യാമറ, ലൈറ്റ്, അവസാനം ഒന്ന് ചിരിച്ചേ, ഒന്ന് പുഞ്ചിരിച്ച്. സ്മൈൽ. ഇല്ല, പേടിക്കണ്ട. വെളിച്ചെണ്ണ, മണ്ണെണ്ണ, നല്ലെണ്ണ, അങ്ങനെ ഒരുപാട് എണ്ണകളുണ്ട് നമുക്ക്. പക്ഷേ കാട്ടിൽ മാത്രം കിട്ടുന്ന ലാടന്മാരുണ്ടാക്കുന്ന മയിലിനെ വാറ്റി ഉണ്ടാക്കുന്ന ഒരു എണ്ണയുണ്ട്, മയിലെണ്ണ. ഈ മയിലെണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ പെരട്ടിയാലും ആ ഇരുമ്പ് റബ്ബർ പോലെ കിടന്ന് വളയും. അത് പുരട്ടിയാൽ അപ്പോൾ അത് കുടിച്ചാലോ
കുടിച്ച ഒരു പയ്യനെ നമുക്ക് കാണാം. ട്രോളിംഗ് നിരോധനം പിൻവലിച്ചു. ഇനി എല്ലാവർക്കും മീൻ പിടിക്കാൻ പോകാം. പക്ഷേ ട്രോളിംഗ് സമയത്ത് നമുക്ക് മീൻ പിടിക്കാൻ വഞ്ചിക്കാർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവരെ വല വീശുള്ളൂ. ഈ വീശണ കാര്യത്തിൽ അവർ മിടുക്കരുത്. മറ്റേ വീശല്ല ഉദ്ദേശിച്ചത്, വല. പക്ഷെ വല വീശുന്നത് കൊള്ളാം, അറിയാൻ പാടില്ലാതെ വല വീശിയാൽ സ്ഥിതി മോശമാകും. ഫോട്ടോ എടുക്കണ്ട്. എന്നെ ഫോണോ കീസല്ലോ, ഇനി വെള്ളത്തിലിടാലേ. നമ്മ ഫോട്ടോ ആക്കി എടുക്കാം. നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെയാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ. ഉച്ചക്കൂണ് കഴിക്കണമെങ്കിൽ ഒരല്പം മീൻ വേണം, അത് നിർബന്ധ. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന കെട്ടിയനെ കാത്തിരിക്കുന്ന പോലെയാണ് പെണ്ണുങ്ങൾ മീൻകാരൻ വരുന്നതും കാത്തിരിക്കുന്നത്. മീൻകാരൻ വരുമ്പോൾ ഓടിച്ചെല്ലും, പൂച്ച നോക്കുന്നൊരു ഓട്ടം ഉണ്ട്. പക്ഷെ എത്ര ചീഞ്ഞ മീനാണെങ്കിലും ആ മീൻ വിൽക്കാൻ വേണ്ടി ആ മീൻകാരൻ്റെ ഒരു മിടുക്കുണ്ടല്ലോ, അതാണ് ഭയങ്കരം. ചാള, അയില, ചെമ്മീൻ, ഞണ്ട്, നങ്ക, തട, പരവ, കണ്ണാത്തി, കുട്ട, മറ്റവർ, തോമര, കുഴുവ, നാരൻ, തെള്ളി, ചൂടാൻ, വ്രാതിര, വള്ളത്തെ, വ്രാജിന്, മുള്ള, മുള്ള, കണമ്പ്, കരുവി, കക്കാറച്ചു, നാരൻ, കാര, കേര, ചൂര, അതൊന്നും ഇല്ല. വന്ന് വന്ന് എല്ലാം ഡിജിറ്റലൈസ്ഡായി. ഇനിയിപ്പം മീൻകാരൻ മാത്രമായിട്ട് എന്തിനാ ബാക്കി വെക്കണം? ആയിക്കോ.
അതിനോ മത്തി ചൂട് കൂന്തൽ വത്തല് തല കിളിമി ചെമ്മലി എന്നീജാതി പടക്കണ മീനാണ് വെക്ക നോക്കി നിൽക്കണ്ട മറിച്ച് നിൽക്കണ്ട വന്നോളി മോർച്ചോളും ഈ ജാതി ഒന്നും തോന്നുമ്പോ കിട്ടൂല കാണുക കായലരികത്ത് വലയറിഞ്ഞപ്പോ വലകിലും സുന്ദരി വെള്ളിയെത്തിനു കുറിയെടുക്കുമ്പോൾ ഒരു കറുത്തിനു ചേട്ടനേ ഒരു വട്ടം കണ്ടാൽ മതി പിന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമുക്ക് ഏജാറില്ല അതാണ് നമ്മുടെ മീൻ്റെ ക്വാളിറ്റി അതിനാ വെച്ച് സൂത കൂന്തൽ വത്തല തല കിളിമി ചെമ്മലി മീനൊക്കെ വറുത്തതും കൂട്ടി ചോറ് കഴിക്കാൻ എന്ത് ടേസ്റ്റാ. പക്ഷേ ആ മീൻ വെട്ടാനൊന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ഒരുത്തനും നേരം ഉണ്ടാവില്ല. പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് ഈ മീൻ വെട്ട് എളുപ്പമാക്കാൻ വേണ്ടി പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടുനോക്ക്. നമ്മൾ പല ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. വായിന്ന് വെള്ളം വരുന്നു. തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, അങ്ങനെ പല ടൈപ്പ് ബിരിയാണി, പല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനുവേണ്ടി നമ്മൾ ടി വിയുടെ മുമ്പിൽ പോയി കുക്കറി ഷോകളൊക്കെ കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ബിരിയാണി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇപ്പം കണ്ടു. ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓക്കെ അതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം അതിന് മാത്രമേ നമ്മൾ സ്വാഗതമാക്കുള്ളൂ. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനനുസരിച്ച് ബിരിയാണി ഇട്ടാൽ നമുക്ക് നമ്മൾ അത് റെഡിയാവും. അല്ല ഇതില് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതില് കുറച്ച് ചിക്കൻ, ബിരിയാണി റൈസ്, പിന്നെ കുറച്ചും മുളക് പൊടി, ഇഞ്ചിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്കിത് എടുത്ത് വെക്കാം. അതിന് മാത്രമേ സ്വാഗതമുള്ളൂ. എടുത്ത് വെച്ചു ഫ്രീസറിൽ വെച്ചു. മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടു. ഇനി നമ്മുടെ ബിരിയാണി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് വെക്കാം. അതിൽ മാത്രം സ്വാഗതം. എന്റെ ജീവിതം കളയാൻ മാത്രമല്ല സ്വാഗതം. ഇനി നമ്മുടെ ബിരിയാണി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് വെക്കാം. അതിൽ മാത്രം സ്വാഗതം. എന്റെ ജീവിതം കളയാൻ മാത്രമല്ല സ്വാഗതം. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കൈക്കൊത്തൊരു പിച്ചാത്തി. ചക്ക ചക്ക ചാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് പൊളിച്ചെടുക്കാൻ പറഞ്ഞാലോ എല്ലാവരുടെയും മുഖം ചക്ക വളഞ്ഞും പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ചക്ക ഈസി ആയിട്ട് പൊളിക്കാൻ ഒരു വഴിയുണ്ട്. കണ്ടു നോക്കാം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം വെച്ചടി വെച്ചടി ഉയരങ്ങളിലേക്ക് കയറിപ്പോണമെന്നാണ്. പക്ഷേ എത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴെ തന്നെ വരണം. താഴെ വരണമെങ്കിലും പടി വേണം. പടിമേലും പടി കിട്ടിയാലോ കഷ്ടമായി പോകും.
അവനവനൊരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ. என்ன பண்ணியாலும் பிளான் பண்ணி பண்ணணும், இல்லைன்னா இப்படி இருக்கும். താളം ഭയങ്കര സംഭവം തന്നെ. താളമില്ലാതൊരു പാട്ട് പാടിയാൽ അത് അവതാളത്തിൽ ചെന്ന് പെടും. ഞങ്ങൾ മിമിക്രിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ താളവും ഞങ്ങളുടെ തൊണ്ടയിലുണ്ട്. കേട്ടോ, ഇത് മൃദംഗം, തബല, ജാസ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ താളമിടും? കണ്ടോ? ഒരു വല്ലായ്മ, ഒരു ചെറിയ തലവേദന, ഒരു ജലദോഷം, പേരുദോഷം ഇല്ലാണ്ടിരുന്നാൽ മതി. എൻ്റെ കൂട്ടുകാർ ഒരുപാട് ഡോക്ടർമാരെ പറഞ്ഞു, അവിടെ ഒരു ഡോക്ടറുണ്ട്, ഇപ്പോഴത്തെ ഒരു ഡോക്ടറുണ്ട്, അപ്പോഴത്തെ ലേഡി ഡോക്ടറുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. തൽക്കാലം അവിടെ പോയി നോക്കാം. ഡോക്ടറാണോ? എല്ലാ ദിവസവും കുടിക്കണ്ട. കാലത്ത് തുടങ്ങി കഴിക്കേണ്ട മരുന്ന് കുടിക്കണ്ട. മറ്റന്ന് കുടിച്ചാൽ മതി. മറ്റന്ന് പാലൊഴിച്ച് കുടിച്ചാൽ മതി. പാൽവെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. പാലായിട്ട് കുടിച്ചാൽ മതി. 6 ദിവസത്തിന് വേണം. 6 ദിവസം. പിന്നെ വീട്ടിൽ പോകും. ഇഞ്ചക്ഷൻ ഉണ്ടോ ഡോക്ടർ? ഡോക്ടർ തന്ന മരുന്ന് വേറെ മരുന്നും വേറെ ഡോക്ടർ തന്നത്, പിന്നെ വേറെ ഡോക്ടർ തന്നത്, അതൊക്കെ കുടിച്ചിട്ട് ചുമ മാറിക്കോളും. 6 ദിവസത്തെ ഉണ്ട്. 6 ദിവസത്തേക്കല്ലേ? ഈ മരുന്ന് കഴിച്ച് ഞാൻ ചത്തുവോ? ചത്തുപോവാനല്ല പറഞ്ഞേ, മരുന്ന് കുടിച്ച ചത്തുപോല. ഡാഡി ചത്തുപോയി കഴിഞ്ഞാൽ ഒരു ഡാഡി ഉള്ളൂട്ടോ നിനക്ക്. നീ ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കുറിച്ച് തരരുത്. കാര്യം നീ ഡോക്ടറൊക്കെയാണ്, പക്ഷെ മരുന്ന് സൂക്ഷിച്ചിട്ട് ഡാഡിക്ക് കുറിച്ച് തരാം. മരുന്ന് കുടിക്കണോ ഡാഡി? മറ്റന്നാ കഴിക്കണം. ഇന്നും കഴിക്കണ്ട. ഇറച്ചി തിന്നാമോ? പുഴയിൽ ഇറങ്ങാൻ പാടില്ല. ഓഹോ. ഈ പരിപാടിയിലേക്ക് രസകരവും കൗതുകവുമുള്ള വീഡിയോകൾ പ്രേക്ഷകർക്കും അയക്കാം. വീഡിയോ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9604546400.